എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരു നിമിഷം 70 വർഷം പിന്നോട്ട് സഞ്ചരിച്ചാലോ? അതായത് 1952 ലോകത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തെ നോക്കിയാൽ എന്തായിരിക്കും കാണാൻ കഴിയുക? ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് അങ്ങനെ ഒരു യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. 1952 സെപ്റ്റംബറിലെ അഖണ്ഡജ്യോതിയിൽ വന്ന ഒരു ലേഖനത്തിന്റെ ആഴങ്ങളിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അക്കാലത്തെ ലോകം നേരിട്ട പ്രശ്നങ്ങൾക്ക്, ആ ആശാന്തിക്ക് അവർ മുന്നോട്ടുവെച്ച പരിഹാരം എന്തായിരുന്നു? നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ കടന്നുപോകാൻ പോകുന്ന വഴികളിവയാണ്. ലോകം നേരിടുന്ന പ്രതിസന്ധിയിൽ തുടങ്ങി അതിനൊരു പരിഹാരം എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താം എന്നീ ലേഖനം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പുറമേ നോക്കുമ്പോൾ ശാസ്ത്രവും ടെക്നോളജിയുമൊക്കെ ഒരുപാട് മുന്നോട്ടു പോയിട്ടുണ്ട്, അല്ലേ? പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ ഒരുതരം സമാധാനമില്ലായ്മ, ഒരു അസ്വസ്ഥത, അത് കൂടി വരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ അസ്വസ്ഥതയുടെയൊക്കെ ഏറ്റവും അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് ഭയത്തെയാണ്. ഭാവിയെക്കുറിച്ചുള്ള പേടി, നമ്മുടെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, എന്തിന് നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച് തന്നെയുള്ളൊരു ഭയം. ഇതൊരു മൂടൽ മഞ്ഞുപോലെ നമ്മുടെ എല്ലാം മനസ്സിനെ വന്നു മൂടിയിരിക്കുകയാണെന്നാണ് ഈ എഴുതുകൾ പറയുന്നത്. ഭയം വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് സംശയം. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാതാവുന്നു, മറ്റുള്ളവരെ സംശയത്തോടെ നോക്കാൻ തുടങ്ങുന്നു, ലോകമെങ്ങോട്ടാണീ പോകുന്നതെന്നൊക്കെയുള്ളൊരു ആശങ്ക. ഇത് കാരണം വ്യക്തമായ ഒരു തീരുമാനമെടുക്കാനോ ധൈര്യത്തോടെ മുന്നോട്ടു പോകാനോ പറ്റാത്തൊരു മരവിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഒരാളുടെ ഉള്ളിൽ ഈ ഭയവും സംശയവും നിറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പുറത്തേക്ക് വരുന്നത് സംഘർഷങ്ങളായിട്ടാണ്. കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, എന്തിന് രാജ്യങ്ങൾ തമ്മിൽ പോലും നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം യഥാർത്ഥ കാരണം ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ഈ സംഘർഷം തന്നെയാണെന്ന് ഈ ലേഖനം സമർത്ഥിക്കുന്നു. അപ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നുവരികയാണ്. നമ്മൾ ഈ പുറമേ കാണുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥ കാരണം, അതോ ഇതിന്റെയെല്ലാം വേരുകൾ നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയാണോ? എവിടെയാണ് ഈ അശാന്തിയുടെ യഥാർത്ഥ ഉറവിടം? ഈ ചോദ്യത്തിനുള്ളൊരു ഉത്തരമായിട്ടാണ് ലേഖനം വിചാരക്രാന്തി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പുറത്തുള്ള ആളുകളെയോ സാഹചര്യങ്ങളെയോ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുക. കാരണം പ്രശ്നത്തിന്റെ തുടക്കം നമ്മുടെ ഉള്ളിലാണെങ്കിൽ പരിഹാരവും അവിടെ തന്നെയല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോ എന്താണ് ഈ വിചാരക്രാന്തി? കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നാമല്ലേ? പക്ഷെ ഇത് വളരെ ലളിതമായൊരാശയമാണ്. ഇതൊരു ചിന്താവിപ്ലവമാണ്. പക്ഷേ ആയുധങ്ങൾ കൊണ്ടോ അധികാരം പിടിച്ചെടുക്കുന്നതോ ആയ ഒരു വിപ്ലവമല്ല ഇത്. ഒരിക്കലുമല്ല. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വിപ്ലവമാണ്. നമ്മുടെ ചിന്തകളെ, അതിൻ്റെ രീതിയെ അടിമുടി മാറ്റുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ്. ഇതിൻ്റെ കാതലിതാണ്. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മൾ കാണുന്ന ലോകവും മാറാൻ തുടങ്ങും. അത്ര ശക്തമായൊരാശയമാണിത്. ശരി, ഈ ആന്തരിക വിപ്ലവം എവിടെ നിന്ന് തുടങ്ങും? അതിൻ്റെ ആദ്യത്തെ പടി അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെയും ഉള്ളിലെ ശക്തിയുടെയും അടിത്തറയിടുന്നത് ഇവിടെ നിന്നാണ്. ഇതിൽ പ്രധാനമായി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നമ്മുടെ ചിന്തകളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. 2. അച്ചടക്കത്തിലൂടെയും ഡെഡിക്കേഷനിലൂടെയും ഒരു ഉറച്ച സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. 3. ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ അപ്പോൾ ചെയ്യാനുള്ള ഒരു മനഃശക്തി. ഇതാണ് ആത്മനിയന്ത്രണത്തിന്റെ അടിസ്ഥാനം. ഈ ആശയത്തെക്കുറിച്ച് ലേഖനത്തിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. ചഞ്ചലമായ മനസ്സിനെ അതിന്റെ വഴിയെ വിടുന്നവൻ കൊടുങ്കാട്ടിൽ നിയന്ത്രണമില്ലാത്ത തോണി പോലെയാണ്. അതിനെ മെരുക്കുന്നവനോ ആഴക്കടലിലും ശാന്തനായി യാത്ര ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഈ എഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്വഭാവം എന്നത് ഒറ്റ രാത്രി കൊണ്ട് പണിയുന്ന കോട്ടയല്ല, മറിച്ച് ഓരോ ദിവസവും സംയമനത്തിൻ്റെയും നിഷ്ഠയുടെയും ഓരോ കല്ലുകൾ വെച്ച് പടുത്തുയർത്തുന്ന ഒരു മഹാസൗധമാണ്. നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്, ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് എന്ന വലിയൊരു സത്യം ഇതിലുണ്ട്. ആത്മനിയന്ത്രണമെന്ന ആ ഫൗണ്ടേഷൻ ഉറച്ചു കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് കടക്കാം. അതാണ് സത്യത്തിൻ്റെ പാത. അതായത് നമ്മുടെ ഉള്ളും പുറവും ഒന്നായിരിക്കുന്നൊരവസ്ഥ. സത്യത്തിൽ ജീവിക്കുക എന്നതിനെ ഒരു സാധന, അതായത് ഒരു നിരന്തര പരിശീലനമായാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ചിന്ത എന്താണോ അതുതന്നെയാവണം നമ്മുടെ വാക്ക്, അതുതന്നെയാവണം നമ്മുടെ പ്രവൃത്തി. ഇവ മൂന്നും ഒരേ ലൈനിൽ കൊണ്ടുവരാൻ നല്ല ധൈര്യവും പരിശ്രമവും വേണം.
നമ്മുടെ ഉള്ളിലെ സത്യത്തോട് നമ്മൾ നീതി പുലർത്തുമ്പോഴാണ് ജീവിതത്തിന് ശരിക്കും ഒരു താളം വരുന്നത്. സത്യം നമുക്ക് നൽകുന്ന ആ ഒരു ആന്തരിക ശക്തിയെക്കുറിച്ച് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സത്യം ഒരു കവചം പോലെയാണ്. അത് ധരിക്കുന്നവന് ഭയത്തിന്റെ അസ്ത്രങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. അവന്റെ ആത്മാവിന് ശാന്തിയുടെ തണലും. ശരിയാണ്, മറ്റുള്ളവരെ പറ്റിക്കാനോ നമ്മളെ തന്നെ വഞ്ചിക്കാനോ ശ്രമിക്കാതെ ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അത് വളരെ വലുതാണ്. അപ്പോൾ നോക്കൂ, ഒരാളുള്ളിൽ സത്യസന്ധമായും ആത്മനിയന്ത്രണത്തോടെയും ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ മാറ്റം, ആ പോസിറ്റീവ് എനർജി, അത് സ്വാഭാവികമായി പുറത്തേക്കും വരും. ഇത് സമൂഹത്തിലൊരു ഐക്യമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് ലേഖനം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ സമാധാനമാണ് പുറത്തെ സമാധാനത്തിന് തുടക്കമിടുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 1, നമ്മുടെ ഓരോ പ്രവൃത്തിയും എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയ്ക്കപ്പുറം ഇതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെ ഗുണമുണ്ടാകും എന്ന കാഴ്ചപ്പാടോടെ ചെയ്യുക. 2, നമ്മളെ താഴോട്ട് വലിക്കാതെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക. 3, നമ്മുടെ വാക്കുകൾ അത് മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ആയുധമാക്കാതെ ശ്രദ്ധയോടെയും പരിഗണനയോടെയും ഉപയോഗിക്കാൻ പഠിക്കുക. സാമൂഹിക ക്ഷേമത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് വളരെ ലളിതമായി ഇങ്ങനെയാണ് പറഞ്ഞുവച്ചിരിക്കുന്നത്: ഒരു വിളക്കിന്റെ പ്രകാശം അതിനു ചുറ്റും വെളിച്ചം പരത്തുന്നതുപോലെ ആന്തരികമായി സന്തുഷ്ടനായ ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ സമൂഹത്തിന് മുഴുവൻ സന്തോഷം നൽകുന്നു. അതായത്, നമ്മുടെ വ്യക്തിപരമായ സന്തോഷമെന്നത് സമൂഹത്തിന്റെ ആകെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് എന്ന വലിയൊരു ലോകവീക്ഷണമാണിത്. നമ്മുടെ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഈ ലേഖനം എത്ര മനോഹരമായാണ് ഓർമ്മിപ്പിക്കുന്നത്, അല്ലേ? ഒരു യഥാർത്ഥ സുഹൃത്ത് കണ്ണാടി പോലെയാണ്. അത് നിന്റെ കുറവുകളെ സ്നേഹത്തോടെ കാണിച്ചു തരുന്നു. ഒരു നിഴൽ പോലെയാണ്. അത് നിന്റെ ഇരുണ്ട നിമിഷങ്ങളിലും കൂടെ നിൽക്കുന്നു. നമ്മുടെ ഈ യാന്ത്രിക യാത്രയിൽ നല്ല ബന്ധങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പോൾ 1952 എഴുതിയ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രധാന ആശയങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്തു വെച്ചാലോ? നമ്മുടെ ഉള്ളിലെ പ്രകാശത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, ലോകത്ത് നമ്മൾ കാണുന്ന അശാന്തിയുടെ എല്ലാം തുടക്കം ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. പിന്നെ ആത്മനിയന്ത്രണത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിനൊരു ഉറച്ച അടിത്തറ പാകണം. അതിനു മുകളിൽ സത്യസന്ധമായൊരു ജീവിതം കെട്ടിപ്പടുക്കണം. ഇങ്ങനെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തുന്ന ഈ സമാധാനവും ഐക്യവും സ്വാഭാവികമായും നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും ലോകത്തിലേക്കും വ്യാപിക്കും. ഇതാണ് ഈ ലേഖനം മുന്നോട്ട് വെക്കുന്ന വിചാരക്രാന്തിയുടെ പാത. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ലേഖനം നമ്മുടെ മുന്നിൽ ഇന്നും പ്രസക്തമായ ഒരു വലിയ ചോദ്യം ബാക്കി വയ്ക്കുന്നുണ്ട്. ലോകത്തെ മാറ്റാനുള്ള താക്കോൽ ശരിക്കും നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും ആ ആന്തരിക വിപ്ലവം അത് എവിടെ നിന്ന് തുടങ്ങണം? ഈ ഒരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാനായി ഇവിടെ നൽകിക്കൊണ്ട് ഈ വിശകലനം അവസാനിപ്പിക്കുന്നു.